ഇന്നത്തെ വാർത്തായാത്രയ്ക്കിടെ നമ്മൾ പല വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. അതിന്റെ ഒരു ഫോളോ അപ്പിലൂടെ ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കാറുമുണ്ട്. അങ്ങനെ ഒരു നല്ല വാർത്തയാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. റിപ്പോർട്ടർ ഇംപാക്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി ഡോക്ടർമാരുടെ കുറവിൽ പരിഹാരം വരുന്നു. എല്ലാ ദിവസവും കാർഡിയോളജി OP ജില്ലാ ആശുപത്രിയിൽ താൽക്കാലികമായി ഒരുക്കും. പാലക്കാട് DMO ഡോക്ടർ KR ദിവ്യയുടേതാണ് തീരുമാനം. എറണാകുളത്ത് നിന്നൊരു ഡോക്ടറായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഡോക്ടർ ആക്ച്വലി ഡോക്ടേഴ്സ് ഗവൺമെൻറ് തന്നെ അങ്ങോട്ട് ഡോക്ടർ എറണാകുളത്തേക്ക് പോസ്റ്റ് ചെയ്തു, ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾക്കിപ്പോൾ ഇവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു 80 OP കട്ട് ഓഫ് വെക്കുന്നത് ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ ഡോക്ടർ OPയിൽ ഇനിയിപ്പം ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും ഈ അടുത്ത ഡോക്ടർ വരുന്നത് വരെ OPയിൽ സ്ഥിരമായിട്ട് ഇരിക്കണം. കുറച്ച് പറഞ്ഞ പ്രൊസീജിയേഴ്സ് കുറച്ച് കുറക്കാനായിട്ട് സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടറെ ഈ ഒരു പോസ്റ്റ് തിരിച്ച് നമുക്ക് പാലക്കാടേക്ക് തരാനായിട്ടുള്ള ലെറ്ററും മിനിസ്റ്റർ ഗവൺമെന്റിലേക്ക് അയക്കാം. ഇക്ബാൽ അറക്കലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഗുഡ് ഈവനിങ് ആൻഡ് വെൽ ഡൺ ഇക്ബാൽ അറക്കൽ. നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ദിവസങ്ങൾക്കകം തന്നെ അതിനൊരു പരിഹാരമാവുകയാണ്. താൽക്കാലികമായെങ്കിലും ഒരു സ്ഥിരം പരിഹാരത്തിലേക്ക് ഇനി സർക്കാർ സംവിധാനങ്ങൾ ഇടപെടേണ്ടതുണ്ട്. എന്നാൽ അവിടെ എത്തുന്ന രോഗികളുടെ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരമാവുകയുമാണ് അല്ലേ ഇക്ബാൽ? തീർച്ചയായും സുജയ, അതായത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി പോലെയുള്ള അല്ലെങ്കിൽ പറമ്പിക്കുളം പോലെയുള്ള മേഖലകളിൽ നിന്ന് നിരവധി രോഗികളാണ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടറെ കാണിക്കാൻ കഴിയാതെ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഡോക്ടർമാരുടെ കുറവായിരുന്നു. 5 ഡോക്ടർമാർ വേണ്ടിയിരുന്ന കാർഡിയോളജി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഈ രോഗികളെ പരിശോധിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ OP ടിക്കറ്റുകളുടെ എണ്ണവും കുറച്ചിരുന്നു. സാധാരണഗതിയിൽ 150ഉം 200ഉം OP ടിക്കറ്റുകൾ നൽകിയിരുന്നിടത്ത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നൽകിയിരുന്നത് 80ൽ താഴെ OP ടിക്കറ്റുകൾ മാത്രമാണ്. ഇതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തി ഈ OP ടിക്കറ്റ് കിട്ടാതെ ഡോക്ടറുടെ സേവനം കിട്ടാതെ പലപ്പോഴും മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഇതുകൊണ്ടാണ് റിപ്പോർട്ടർ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ആരോഗ്യ വകുപ്പിലേക്ക് ഈ വിവരം എത്തുകയും ചെയ്തിരുന്നത്. ജില്ലാ ആരോഗ്യ വിഭാഗം കൃത്യമായി തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നതെന്നാണ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ആരോപിച്ചിരുന്നത്. ഏതായാലും റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ ആരോഗ്യ വിഭാഗം ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് DMO ഡോക്ടർ KR വിദ്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും താൽക്കാലിക OP ഒരുക്കുമെന്ന് DMO KR വിദ്യ അറിയിച്ചിരിക്കുകയാണ്. താങ്ക് യു ഇക്ബാൽ. ജില്ലാ ആശുപത്രിയിൽ താൽക്കാലികമായെങ്കിലും കാർഡിയോളജി OP ആരംഭിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഒരു DMO അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനകീയ വികാരം ഇത്തരത്തിൽ ഉയർന്നു വരുമ്പോൾ മാത്രം തീരുമാനമെടുക്കേണ്ട ഒന്നല്ല ആരോഗ്യ മേഖല. ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെയാണ് പാലക്കാട്ടിൻ്റെ ആരോഗ്യ മേഖലയിൽ ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിന് വലിയ പിന്തുണയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജനുവരി മാസം ഈ DMO കത്തയച്ചിട്ടുണ്ട് ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക്. പക്ഷേ അവർ തിരിഞ്ഞ് ഏകദേശം 90 ദിവസമായിട്ടും അതിനകത്ത് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, നിരന്തരം വാർത്തകൾ ഈ വിഷയമായിട്ട് ഇപ്പോൾ റിപ്പോർട്ടറും മറ്റു ചാനലുകളും വന്നിട്ടും അവർ പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ സർക്കാരിനോട് എത്രത്തോളം സാധാരണക്കാരായ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് എന്നുള്ളതാണ് ഇത് ഉളവാക്കുന്നത്. ജില്ലാ ആശുപത്രി പൊതുവെ സാധാരണപ്പെട്ട ആളുകൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിന്ന ആളുകൾക്കും വേണ്ടിയുള്ളൊരു ഹോസ്പിറ്റലാണ്. അവരാണ് ഇതിനെ പൂർണ്ണമായി ആശ്രയിക്കുന്നത്. ഇത് ഈ ഡോക്ടർമാരുടെ കുറവ് കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഇത് അനുകൂലമായി മാറുമോ എന്ന് പൂർണ്ണമായി സർക്കാർ അന്വേഷിക്കണം. ഒരു അശ്രദ്ധമായൊരു ജനങ്ങൾ ഏത് രൂപത്തിൽ മരണപ്പെട്ടാലും കുഴപ്പമില്ല. അവർക്ക് സാധാരണപ്പെട്ടതിനൊരു ചികിത്സ കിട്ടില്ല എന്നുള്ള രൂപത്തിലേക്ക് പാലക്കാട് ജില്ലയും ഈ ഭരണകൂടവും മാറിക്കുന്നത്. ഇതിലൊരു മാറ്റം അത്യാവശ്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ ജനങ്ങൾ കുറേ ഈ ആശുപത്രി കാരണം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയിടാനുള്ള സൗകര്യം ഗവൺമെൻറ് ഇടപെട്ട് നടക്കണമെന്നാണ് പറയാനുള്ളത്. ആ പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാനേ ഈ വാർത്താ സംപ്രേഷണത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അതിലൊരു സ്ഥിരം പരിഹാരം ഉണ്ടാകേണ്ടതാണ്. കാർഡിയോളജി OP അത് മുടക്കമില്ലാതെ നടക്കേണ്ടതുമാണ്.